സാധാരണ എല്ലാവരും കത്തിക്കും പറയാറുണ്ട്. നമ്മളിത് കത്തിച്ചിരിക്കുകയാണ്, അതും ടൈലിന്റെ മുകളിലാണ് കത്തിച്ചിരിക്കുന്നത്. എന്താ സംഭവം നമുക്ക് നോക്കാം. അത് മാത്രമല്ല കത്തിക്കുന്ന ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താണ് ആ കത്തിക്കുന്ന ഓഫർ നിങ്ങൾക്ക് അറിയണ്ടേ? അത് ആദ്യം നോക്കാം. അത് നോക്കി തിരിച്ചു വരുമ്പോഴത്തേക്കും ഇതിന്റെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കത്തിക്കുന്ന ഓഫർ പറഞ്ഞു. എന്താണ് ആ കത്തിക്കുന്ന ഓഫർ എന്നല്ലേ? നിങ്ങൾ 1 ലക്ഷം രൂപയ്ക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 1 പീസ് ക്ലോസറ്റ്, അതുപോലെ തന്നെ വാഷ് ബേസിൻ, ഒരു സിങ്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇവിടെ നിന്ന് കൊണ്ടുപോകാം. ഈ കാണുന്ന ഒരു ക്ലോസറ്റ്, അതുപോലെ തന്നെ ഒരു വാഷ് ബേസിൻ, പിന്നെ ഒരു സിങ്ക്. മറക്കല്ലേ. ഇനിയിപ്പോൾ നിങ്ങൾ 50,000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യണമെങ്കിലോ ഒരു വാഷ് ബേസിനും ഒരു സിങ്കും തികച്ചും സൗജന്യമായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. ഇനിയിപ്പോൾ അടുത്ത കത്തിക്കുന്ന ഐറ്റം എന്താ അറിയണ്ടേ? ഈ കാണുന്ന ക്ലോസറ്റ്, അതുപോലെ തന്നെ ഒരു വാഷ് ബേസിൻ, പിന്നെ ബാത്റൂമിലേക്ക് വേണ്ട സെറ്റിംഗ്സ്. ഇതേണ്ടല്ലോ, ഈ വാഷ് ബേസിനിലേക്കും ക്ലോസറ്റിലേക്കും വേണ്ട സെറ്റിംഗ്സ്. ഈ കാണുന്ന ഐറ്റംസ് എല്ലാം കൂടെ ചേർന്നിട്ട് 15,000 രൂപ വില വരുന്നത്. പക്ഷേ F2C കൊടുക്കുന്നത് വെറും 7,499 രൂപയ്ക്കാണ്. EMI എന്താ സംഭവം എന്നല്ലേ? നമ്മൾ ഈ ടൈലിന്റെ പണിയൊക്കെ ആകുമ്പോഴത്തേക്കും മൊത്തത്തിലൊന്നും ഞെരുങ്ങിയിരിക്കുന്നുണ്ടാവും. ആ സമയത്ത് ടൈല് മുഴുവൻ കാശ് കൊടുക്കാണ്ട് EMI കിട്ടി എങ്ങനെ ഉണ്ടാവും? നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഒരുപാട് ആളുകളോടൊന്ന് സാധനം പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ വളരെയധികം നന്ദി അറിയിച്ചു. കാരണം അവർ ഏകദേശം ഒന്ന് ടൈറ്റ് ആയിരിക്കുന്ന സമയത്താണ് നമ്മൾ EMIയുടെ കാര്യം പറയുന്നത്. അപ്പം അവരിവിടെ വന്ന് പർച്ചേസ് ചെയ്തവർ ഭയങ്കര ഹാപ്പിയാണ്. കാരണം EMIയിൽ ഇത്രയധികം സാധനം കിട്ടില്ലേ? ബാത്റൂം ഫിറ്റിംഗ്സ് കിട്ടും, ടൈല് കിട്ടും, അങ്ങനെ ഒരുവിധം എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഇതെല്ലാം എടുത്ത് വീട്ടിൽ കൊണ്ടുപോകാം. അപ്പം അത് EMIയിൽ കിട്ടുമ്പോൾ വളരെ ആശ്വാസമാണ്. അപ്പം അങ്ങനെ EMI സൗകര്യം കൂടെ നമ്മുടെ F2C പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ വന്നപ്പോൾ എന്ത് പർച്ചേസിലും നമുക്ക് EMIയിൽ സാധനം എടുക്കാം. F2C പേര് പോലെ തന്നെ ഫാക്ടറിയിൽ നിന്നും നേരിട്ട് കസ്റ്റമറുടെ വീട്ടിലേക്ക് മാക്സിമം സ്റ്റോക്ക് ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇഷ്ടം പോലെ കളക്ഷൻസ് നമുക്ക് ഇവിടെ കാണാം. ഇവരുടെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്നവർക്ക് ഒരുപാട് സമ്മാനങ്ങളാണ് ഇവർ അനൗൺസ് ചെയ്തിരുന്നത്. അപ്പൊ ആ ഒരു നറുക്കെടുപ്പും കൂടിയാണ് ഇന്ന് ഇവിടെ നടന്നത്. വളരെ സുതാര്യമായി അവിടെ വന്ന കസ്റ്റമേഴ്സിനോടും സ്റ്റാഫിനോടുമാണ് നമ്മൾ ഓരോ കൂപ്പൺ എടുക്കാൻ പറഞ്ഞത്. അവസാനമായാണ് നമ്മൾ ആ ഒരു ബമ്പർ സമ്മാനം എടുത്തത്, ഡബിൾ ഡോർ ഫ്രിഡ്ജ്. അപ്പം അത് ആർക്കാണെന്ന് അറിയാൻ ബാക്കി ഒന്ന് കണ്ടു നോക്കൂ. അപ്പം ഇനി എടുക്കാൻ പോകുന്നതാണ് നമ്മുടെ 1ാമത്തെ പ്രൈസ്, അതായത് ഡബിൾ ഡോർ ഫ്രിഡ്ജ്. അപ്പൊ അത് ആർക്കാ കിട്ടുന്ന നോക്കണ്ടേ? കേരളം മുഴുവൻ ഉണ്ടോ? ഒരുവിധം ഉണ്ട്. അപ്പോൾ കേരളം മുഴുവനുള്ള ആൾക്കാരാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഈ ഡബിൾ ഡോർ ഫ്രിഡ്ജ് ഇപ്പോൾ ആർക്കാ കിട്ടണേ? ഒരെണ്ണം എടുത്തിട്ടുണ്ട്. സജിന KK. ഇതേതാ? താണിക്കുടം ഇവിടെ തന്നെയാ? ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് എന്തായാലും ഇവരെ വിളിക്കാം. ഇവർക്കാണ് ഈ ഡബിൾ ഡോർ ഫ്രിഡ്ജ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇവരെന്താ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തൊക്കെ നമുക്ക് നേരിട്ട് തന്നെ ചോദിക്കാം. ഹലോ, നമസ്കാരം. സജിനയാണോ? നമ്മുടെ മറ്റേ വീട്ടിലേക്ക് ടൈൽ എടുത്തിട്ടുണ്ടായിരുന്നോ F2Cയിൽ നിന്ന്? എപ്പോഴാ എടുത്തേ? 3 മാസമായി അല്ലേ? ഓക്കെ. പിന്നെ എത്ര രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്തേ? 65. ഇവരൊരു നറുക്കെടുപ്പ് ഉണ്ടായിരുന്നോ? അതിൽ കൂപ്പൺ വല്ലതും എഴുതിയിട്ടായിരുന്നോ? ആണോ? അപ്പൊ ചെറിയൊരു സമ്മാനം കിട്ടിയിട്ടുണ്ട്. എന്താ ചെയ്യണേ? നിങ്ങളെന്താ ചെയ്യണേ? ഹൗസ് വൈഫ് ആണല്ലേ? ശരി, കുഴപ്പമില്ല. ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജ് ആണ് സമ്മാനമായി കിട്ടിയിരിക്കുന്നത്. ഹാപ്പി ആയോ? ഫ്രിഡ്ജ് വേണ്ടെന്നാണോ പറയണേ? ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോകട്ടെ? വേണ്ട. ഓക്കെ, താങ്ക് യു. അപ്പോൾ അതെ, ഏകദേശം കത്തി കഴിയാനായി. എന്താ അവസ്ഥ നമുക്കൊന്ന് നോക്കാം. വളരെ നിസ്സാരമായി തുടയ്ക്കുമ്പോൾ തന്നെ ഉണ്ടല്ലേ? ഒന്ന് അടുത്തോണ്ട് കാണിച്ചേ. ഉണ്ടല്ലേ? എവിടെ കത്തിച്ചെന്ന് പോലും അറിയുന്നില്ല. ഇതെവിടെ നോക്കി അത്യാവശ്യം നല്ല രീതിയിൽ പാടായിട്ടുണ്ട്. പക്ഷെ നോക്കിയോളൂ, വെറുതെ ചുമ്മാ തുണിയും കൂടെ തുടയ്ക്കുമ്പോഴത്തേക്കും തന്നെ ആ പാടൊക്കെ മാറിയത് വളരെ വൃത്തിയായിട്ട് ക്ലിയർ ആവുന്നുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. ടൈലിന് ഒരു പ്രശ്നവും സംഭവിച്ചിട്ടില്ല. വെറുതെ കത്തിക്കുന്നു പറയല്ല, നമ്മൾ കത്തിച്ച് കാണിച്ച് തന്നിരിക്കുകയാണ്. വെള്ള ടൈലിൻ്റെ അവസ്ഥ നോക്കിയേ. ഇതാണല്ലേ? എവിടെയാണ് കത്തിച്ചതെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നല്ല ചൂടുണ്ട്, പക്ഷേ ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് നമുക്ക് ക്ലിയർ ചെയ്യുമ്പോഴത്തേക്കും ടൈലിൻ്റെ അവസ്ഥ ഇരിക്കുന്നത്. ഇതിലിപ്പോൾ എവിടെയാണ് കത്തിച്ചതെന്നുള്ളത് മഷിയിട്ട് നോക്കിയപ്പോലും അറിയില്ല. ആ റേഞ്ചിൽ ക്ലിയർ ആയിട്ടുണ്ട്. അപ്പം ഇതുപോലുള്ള ടൈല് പർച്ചേസ് ചെയ്യാനും ഇത്രയധികം ഓഫർ ഇട്ടാണ് നിങ്ങൾ എവിടേക്കാണ് വരേണ്ടതെന്നല്ലേ? നമ്മുടെ F2Cയിലേക്ക്. അപ്പോൾ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക, നേരെ ഇങ്ങോട്ട് വരിക. നല്ല കിടിലൻ ഓഫറും കിട്ടും. ഇതുപോലെ കത്തിച്ച് നോക്കി നിങ്ങൾക്ക് വാങ്ങുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം.